പാലക്കാട്ട് ഇപ്പോൾ സാധാരണ മഴ പെയ്യേണ്ട സമയത്ത് നല്ല വെയിലാണ്. ഈ സമയത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു വെച്ചാൽ നല്ല വെയിലാണ്. നല്ല വേനൽക്കാലം പോലെയുണ്ട് കണ്ടാൽ, അതുപോലെ വെയിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഒരു എന്താ പറയുക, ഓണത്തിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണെങ്കിൽ അവിടേക്ക് വിളിച്ച ഷോപ്പിൻ്റെ ആവശ്യത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോകാൻ നിന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി, ഇന്ന് ഷോപ്പ് ലീവാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് എന്തായാലും പോകുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഫുട്ബോൾ കളിക്കാരുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ചവിടേക്ക് പോകുന്നില്ല എന്നായപ്പോൾ ഏട്ടൻ പറഞ്ഞു പോയി നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് കറി വെച്ച് സൺഡേ വീട്ടിലിരുന്ന് സുഖമായി കിടന്നുറങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഞങ്ങളിപ്പോൾ ചിക്കൻ വാങ്ങാനാണ് വന്നിരിക്കുന്നത്. വന്ന സ്ഥലം വന്നിട്ട് പൂ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഒരു ചിക്കൻ കടയാണ്. പാലക്കാട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ ചിക്കൻ വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. ചിക്കനും വാങ്ങിയിട്ട് ഞങ്ങൾ വന്നു. തിരിച്ച് വരുന്ന സമയത്താണെങ്കിലുണ്ടല്ലോ നല്ല വെയിൽ. വേനൽക്കാലം ആണോ മഴക്കാലം ആണോ എന്ന് ഞങ്ങൾക്ക് തന്നെ ഡൗട്ടാണ്. ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള, അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെയുള്ള കുറേ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ അവിടുത്തെ, അതായത് ക്ലബിൻ്റെ പേരിൽ വെച്ച ഒരു ഫ്ലെക്സാണ്. ഒരു ഫ്ലെക്സ് അല്ല, ഒന്നിലധികം ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ കേരളത്താണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോൾ ആരാധകരുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ ഏരിയയിലും ഇതുപോലെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കണ്ടില്ലേ, എല്ലാവിടെയും ഫ്ലെക്സ് ഉണ്ട്. ഞാൻ തിരിച്ചും മറിച്ചും റോഡുകളിലൊക്കെ നോക്കുമ്പോഴും ഈ ഫുട്ബോളിൻ്റെ ഫ്ലെക്സ് ഉണ്ട്. ഇന്നേ എങ്ങനെ വെക്കണം ചിക്കൻ കറി? നമ്മൾ ലാലേട്ടൻ വെക്കണ പോലെ ലാലേട്ട ചിക്കൻ കറി വെക്കണ, ചിങ്ങഞ്ചെറ ചിക്കൻ കറി വെക്കണ, അതാ എപ്പോഴും ഞാൻ വെക്കുന്ന പോലെ ചിക്കൻ കറി വെക്കണം? എങ്ങനെയാണ് ചിക്കൻ കറി വെച്ചാൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെയുള്ള ചിക്കൻ കറിയാണ്. അതിന് 3 വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും 2 വലിയ തക്കാളിയും ഒരു 2 അല്ലി കറിവേപ്പിലയും അതുകൂടാതെ കുറച്ച് മല്ലിത്തഴയും 1.5 കിലോ ചിക്കനുമാണ് നമ്മളിന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ രീതിയിൽ ഞാൻ ചിക്കൻ കറി വെക്കുന്നത്, അതിൻ്റെ കൂടത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാനെങ്ങാനും ഇതെൻ്റെ അനിയൻ ഒപ്പിച്ച പണിയാണ്. പാത്രം നനങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ ചോറ് ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രത്തിൻ്റെ എന്താ പറയുക, അവസ്ഥ ദയനീയമാണെങ്കിലും ചിക്കൻ കറി വെക്കാൻ ഇതിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ട ഗ്രാമ്പുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട്. എനിക്ക് കടുകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും ചിക്കൻ കറിയിൽ കടുക് ഇടാറില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. എനിക്കതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമായത് കാരണം കൊണ്ട് ഞാൻ വെക്കുന്ന കറി ആരാണെങ്കിലും അത് കഴിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, ആദ്യം അതൊന്ന് എണ്ണയിലിട്ട് വണക്കാം. പിന്നെ എല്ലാ ഉള്ളിയും ഒരുമിച്ച് അങ്ങോട്ട് വണങ്ങിക്കോളുന്നേ. അപ്പോൾ എല്ലാ ഉള്ളിയും ഇട്ടിട്ട് നമുക്കൊന്ന് വണക്കിയെടുക്കാം. ഈ ഉള്ളി ഇങ്ങനെ എണ്ണയിലിട്ട് എന്താ അതിന് പറയുക, വണക്കുക എന്നാണോ വഴട്ടുക എന്നാണോ, ഓരോരോ രീതിയിൽ എന്തായാലും ഞാനത് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ട് ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, എനിക്ക് ഇങ്ങനെ പേസ്റ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നത് ഇഷ്ടമല്ല. പക്ഷെ അത് ഏട്ടനാണ് വാങ്ങിയിട്ട് വന്ന അവസ്ഥയ്ക്ക് നമ്മളിനി അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, എൻ്റെ പണിയും എനിക്ക് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത്. സാധാരണ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഞാൻ തന്നെ ചതച്ചിട്ടാണ് ഇടാറ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്രാവശ്യം ഏട്ടൻ അതിങ്ങനെ വാങ്ങിയിട്ട് വന്നതുകൊണ്ട് നമ്മൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വണക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ഒറിജിനലായിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇടുന്ന സമയത്ത്
ഒരു പ്രത്യേക മണം വരാറുണ്ട്. ഇപ്പം എനിക്ക് ആ മണം ഫീൽ ചെയ്യണില്ല. അത് ചിലപ്പോൾ റെഡിമെയ്ഡ് ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾക്ക് 3 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. കാരണം ഞങ്ങൾ കുറേ എരിവ് കൂട്ടുന്നവരായതുകൊണ്ട് കുറച്ച് അധികം മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത്ര മുളക് പൊടി ഇട്ടാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് അനുകരിച്ച് ഇതുപോലെ വെക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയാം, 3 സ്പൂൺ മുളക് പൊടി ഞങ്ങളുടെ എരിവിന് ഇട്ടതാണ്. വെക്കുന്നവരാണെങ്കിൽ അവനവൻ്റെ എരിവിന് മാത്രം ഇടുക. അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി കുറച്ച് കൂടുതലുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിക്കും മീൻ കറിക്കും അതേപോലെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ നിന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടാവും. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടരുത്. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ടതെന്ന് വെച്ചാലും ഇങ്ങനെ കറി ഇങ്ങനെ മഞ്ഞിച്ചിരിക്കും. അപ്പോൾ ഈ ചിക്കൻ കറിയാണ് ശരി, മീൻ കറിയാണ് ശരി, കുറച്ച് ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾക്ക് കഴിക്കാനും കൂടുതലായിട്ടൊരു ആഗ്രഹം തോന്നുക. അപ്പോൾ എല്ലാം കൂടെ ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റുക. വഴറ്റിയ ശേഷം കറിവേപ്പിലയും മല്ലിയിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇളക്കുക, വഴറ്റുക അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇനി എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിക്കാണ് പറയണത്. അപ്പോൾ എന്തായാലും അത് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ആ മസാല ഇതെല്ലാം കൂടി ഒന്ന് ഗ്രേവി, നല്ല ഗ്രേവി ആണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാം. രാവിലെ തന്നെ ഞാൻ വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ വാങ്ങിത്തരാൻ സമയമില്ല എന്നിട്ട് ഒന്നാമത് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ ഉദ്ദേശിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയത് വെക്കാൻ. പക്ഷേ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയുമില്ല. അപ്പോൾ എവിടെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എവിടേക്ക് പോകാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്നായിട്ട് ഗ്രേവിയൊക്കെ തക്കാളി ഇതൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് തന്നെ കൊണ്ട് ഓരോരോ പൊടിയും കൊട്ടുന്നതൊന്നും നമുക്ക് അതിനകത്ത്, അതായത് കറിക്കകത്ത് ഇടുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി. ഞാൻ ചിക്കൻ മസാലയും ഗരം മസാലയും ഇടും. ചിലവർ ഗരം മസാല മാത്രം ഇടും, ചിക്കൻ മസാല മാത്രം ഇടും. പക്ഷെ ഞാൻ എല്ലാം കൂടി രണ്ടും ഇടും. രണ്ടിനും എനിക്ക് ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് തോന്നിയിട്ടുണ്ട് കറിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇടാം. വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് വെച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇട്ടിട്ട് കാണിക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ഉള്ളിക്ക് സാധാരണ ഞാൻ ഉള്ളി ഇടുന്ന സമയത്ത് വണക്കുമ്പോഴേ ഇടും. ഒരു 2 സ്പൂണ് ഉപ്പ് ഇടാം. എന്നിട്ട് ഇനി നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം എല്ലാവരുടെയും കഴിക്കണമല്ലോ. ഏട്ടന് ഓട്ടം പോകണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇടാം. ഒരു 1.5 കിലോ ചിക്കനാണിത്. അതിൽ ഞാൻ കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ചെയ്യുന്നത് തന്നെ അല്ലാത്തത് കൊണ്ട്, കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ചെയ്യുന്നത്. എത്ര നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓരോരോ ചെയ്യുകയും അങ്ങനെ പ്രത്യേകിച്ച് വൃത്തിയായിട്ട് പറയാത്തത്. ഞങ്ങൾ സൺഡേ സ്പെഷ്യൽ എന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ, എങ്ങനെയാണ് എന്തൊക്കെ ചേർക്കണം, എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കൂടുതലും അധികം വലിയ വ്യൂസ് ഒന്നും വരുന്നില്ല. പക്ഷെ 2 ദിവസത്തിന് മുമ്പ് എനിക്ക് നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, വീഡിയോയിൽ ഒട്ടും വ്യൂ വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഒന്ന് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിനും കൂടെ കുറച്ച് കറിയായിട്ട് വേണം.
ആദ്യം ഇതിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമ്മൾക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും ചോറ് എന്തായെന്ന് അറിയില്ല, കുറച്ചുകൂടെ വേണം തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ കറിയും ചോറും ഒരുമിച്ചാവും. നമ്മൾ അത്യാവശ്യം കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. കാരണം എന്താണെന്ന് വെച്ചാലേ നമ്മൾക്ക് ഗ്രേവി ആയിട്ട് കുറുക്കി വെക്കുന്നില്ല, കുറച്ച് ചാറ് പോലെയാണ് വെക്കുന്നത്. കാരണം നാളെയും കൂടെ ഈ കറി ഒപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കണ്ടില്ലേ, ചൊവ്വേന്നില്ലേ കറി. ഇത്രയും എരിവുണ്ടാവുമോ എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് കറി വെക്കുന്നത്. കറി തിളച്ച് വേവണമെങ്കിൽ കുറച്ചുകൂടെ വറ്റണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ ഉള്ളിൽ വിശപ്പ് താങ്ങാൻ വയ്യാത്തോണ്ട് 2 മാങ്ങപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് അറുത്തിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. കറി ആവാൻ ഒരു 5 മിനിറ്റ് കൂടെ ആവും. എന്തായാലും കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. കാരണം ഒരുപാട് വറുത്തി കഴിഞ്ഞെന്ന് വെച്ചാലും ചോറിൻ്റെ കൂടെ ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ണുന്നൊന്നും കാണിക്കണില്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര്, കുറച്ചെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബൈ.